കളർ എന്ന് പറയുന്നത് കളിയടയ്ക്കാണ് കളർ. ഈ കളറാകുമ്പോൾ നമ്മളിത് കളിയടയ്ക്ക് അല്ലെങ്കിൽ ചീട തയ്യാറാക്കാനായിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ്, ഈ സെയിം കപ്പിന് തന്നെ 1 കപ്പ് ഉഴുന്നാണ്. അത് ഞാനിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്ത്, ഒത്തിരി വറക്കണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. കളറൊന്നും മാറണ്ട, നല്ലതായിട്ടൊന്ന് വറുത്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് ഈ 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് ജീരകം വേണം. അധികം വേണ്ട, കുറച്ച് ജീരകം മതി, 1 ടീസ്പൂണോളം മതി. ഒരുപാട് ജീരകം ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് പോലെ വരും. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഇതിപ്പം ഒരു അരിപ്പൊടിയും അതുപോലെ ഉഴുന്നൂടെ വരുമ്പോൾ 2 കപ്പ് വരും. അപ്പോൾ അതിന് 2 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് അതേ ചൂടോടുകൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഉഴുന്നൊരു മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുഴയ്ക്കാനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ ഈ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. 1 കപ്പ് ഉഴുന്ന് നമ്മൾ പൊടിച്ച് വന്നു കഴിയുമ്പോൾ 1.25 കപ്പ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ അളവനുസരിച്ചിട്ട് 1 കപ്പ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഞാൻ അങ്ങനെ തന്നെ ഇടുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്കത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പും ജീരകവും ഇതെല്ലാം എല്ലായിടത്തും ഒന്നായിട്ട് മിക്സ് ആകാനായിട്ട്, കുഴച്ച് കിട്ടുമ്പോൾ നല്ലതായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ചൂടുവെള്ളം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർക്കുക. കുറച്ച് ചേർത്ത് ഇളക്കിയെടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിക്കുക. ഇനി ഈ ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നിങ്ങൾ നല്ല തിളച്ച ചൂടോടുകൂടി കൈ ഇടരുത്, കൈ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ വേണ്ട വലിപ്പം അനുസരിച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിതെല്ലാം ഇങ്ങനെ ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഉരുട്ടുമായിരിക്കും നല്ലത് കഴിക്കാനും. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ഒരുപാട് ചെറുതും ഒത്തിരി കുറച്ച് മീഡിയം സൈസുമാണ്. ഈ ചെറുതെല്ലാം അരോമൽ ഉരുട്ടിയതാണ്. അപ്പോൾ അവനും ഇതിങ്ങനെ ബോൾസ് ആക്കണം നമ്മൾ ചെറുതൊക്കെ ആകുമ്പോൾ വന്നിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെറുക്കിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരുപാട് കരിയരുത്. നമ്മളിങ്ങനെ ഇളക്കി അധികം കരിയാതെ രണ്ട് ഭാഗവും ഇങ്ങനെ ഇട്ട്, കാരണം നമ്മൾ ഉഴുന്ന് ചേർത്തിരിക്കുന്നതാണ്, നമ്മൾ ചെറുതായിട്ട് ഉരുട്ടിയാൽ മതി. കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് പൊങ്ങി വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കഴിച്ച് വളരട്ടെ. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഓണത്തിൻ്റെ സമയത്താണ് ഇത് ഉണ്ടാക്കാറുള്ളത്. എനിക്കൊന്നും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഓണത്തിന് ഉണ്ടാക്കണം, ഓണം, വിഷു അങ്ങനെയുള്ള ഫെസ്റ്റിവലിൻ്റെ സമയത്തൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളിതിൻ്റെ കളറ് ശ്രദ്ധിച്ചോളൂ. ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. കളിയടയ്ക്കയുടെ കളർ. ഈ കളറാകുമ്പോൾ നമ്മളിത് വാങ്ങി മാറ്റണം. ഈ കളറാകുമ്പോൾ നമ്മളിത് വാങ്ങി മാറ്റണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കളറ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഫുൾ ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അധിക സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അധികം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒന്നാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ഓണം ടു ഓൾ.